ഒരു വനത്തിൽ രണ്ട് സുഹൃത്തുക്കൾ താമസിച്ചിരുന്നു. രണ്ടുപേരും അവരവരുടെ പ്രയത്നങ്ങളിൽ മുഴുകിയിരുന്നു. എന്നാൽ ഒരു വ്യക്തി കഠിനാധ്വാനിയും മറ്റൊരു വ്യക്തി അലസനുമായിരുന്നു. ഈ അലസനായ വ്യക്തി എപ്പോഴും ഈശ്വരവചനം ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. ഈശ്വരൻ എൻ്റെ ജീവിതത്തെ ഉദ്ധരിക്കുമെന്നും ഈശ്വരൻ എനിക്ക് വേണ്ടതെല്ലാം സമ്മാനിക്കുമെന്നും ഈശ്വരൻ എന്നെ രക്ഷപ്പെടുത്തുമെന്നെല്ലാം എപ്പോഴും പറയുമായിരുന്നു. ഇനി അഥവാ ജീവിതത്തിൽ എന്തെങ്കിലും സങ്കീർണമായ സാഹചര്യങ്ങൾ വരികയാണെങ്കിൽ അതെല്ലാം ഈശ്വരൻ നിശ്ചയിച്ചതല്ലേ, ഞാനെന്ത് ചെയ്യാനാണ്? ഇപ്രകാരം പറഞ്ഞുകൊണ്ട് സമസ്യകളിൽ നിന്നും മുക്തമാകുവാനുള്ള പരിശ്രമമൊന്നും ചെയ്യാതെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമായിരുന്നു. എന്നാൽ മറ്റേ വ്യക്തിയാകട്ടെ ഈശ്വരനെ ധ്യാനിക്കുകയും ഈശ്വരനോട് എപ്പോഴും നന്ദി പറയുകയും തുടർന്നുള്ള സമയങ്ങളിൽ തൻ്റെ പരിശ്രമങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. അങ്ങനെയിരിക്കെ ഒരിക്കൽ വനത്തിൽ ദേവത പ്രത്യക്ഷപ്പെട്ടു. അതിനുശേഷം ഇരുവരുമോടായി പറഞ്ഞു, അല്പസമയം നിങ്ങൾ അനങ്ങാതെ നിൽക്കേണ്ടതാണ്. നിങ്ങളുടെ ശിരസിലേക്ക് സ്വർണ്ണത്തരികൾ മഴ പോലെ പെയ്യാൻ പോകുകയാണ്. അതിൽ സ്വന്തം ശരീരത്തിൽ പറ്റിപ്പിടിച്ച സ്വർണ്ണത്തരികൾ മാത്രം നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. അത് നിങ്ങളുടെ സ്വന്തമാണ്. ഇത്രയും പറഞ്ഞ ശേഷം രണ്ടുപേരുടെയും ശിരസിലേക്ക് സ്വർണ്ണത്തരികൾ മഴ പോലെ പെയ്തിറങ്ങി. ആ സ്വർണ്ണമഴയെല്ലാം പെയ്തപ്പോൾ രണ്ടുപേർക്കും എത്ര സ്വർണ്ണത്തരികൾ കിട്ടിക്കാണും? യാതൊരു പരിശ്രമവും ചെയ്യാതെ ഈശ്വരവചനം മാത്രം ചെയ്തുകൊണ്ടിരിക്കുന്ന ആ വ്യക്തിയുടെ ശിരസിലേക്ക് എത്ര സ്വർണ്ണത്തരികൾ വീണുവോ അതിൽ ഭൂരിഭാഗവും മണ്ണിലേക്ക് പോവുകയാണ് ചെയ്തത്. എന്നാൽ ഈശ്വരനെ മനസ്സിൽ പ്രതിഷ്ഠിച്ചുകൊണ്ട് പരമാനന്ദത്തിൽ മുഴുകിക്കൊണ്ട് മണ്ണിൽ കിളച്ചുകൊണ്ടിരിക്കുന്ന ആ വ്യക്തിയുടെ ശിരസിലേക്ക് പെയ്തിറങ്ങിയ സ്വർണം മുഴുവൻ പറ്റിപ്പിടിക്കുകയാണുണ്ടായത്. എന്തുകൊണ്ടെന്നാൽ ആ വ്യക്തിയുടെ ശരീരം മുഴുവൻ വിയർത്തിട്ടുണ്ടായിരുന്നു. അതിനാൽ ആ വ്യക്തിയുടെ ശരീരത്തിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന സ്വർണത്തിൻ്റെ അളവ് കൂടുതലായിരുന്നു. അതായത് പ്രാർത്ഥനയും പരിശ്രമവും ഇവ രണ്ടും നമ്മുടെ ജീവിതത്തിൻ്റെ രണ്ട് തലങ്ങളാണ്. പ്രാർത്ഥന നമുക്ക് മനക്കരുത്തേകുന്നു. എന്നാൽ ആ മനക്കരുത്ത് നമുക്ക് പ്രവർത്തിക്കാൻ വേണ്ടിയുള്ള മനക്കരുത്തായിരിക്കണം. നമുക്ക് കർമ്മം ചെയ്യുവാനുള്ള ഊർജം, ആ ഇന്ധനം നമ്മളിലേക്ക് നിറയ്ക്കുവാനുള്ള ഉപാധി മാത്രമായിരിക്കണം നമ്മുടെ പ്രാർത്ഥനകൾ. അല്ലാതെ സ്വയം പരിശ്രമിക്കാതെ എല്ലാം ഒരു അത്ഭുതം പോലെ സംഭവിക്കാനുള്ള ഒരു അലസന്റെ മനോഭാവവുമായി നിങ്ങളുടെ പ്രാർത്ഥനകൾ പരിണമിക്കരുത്. ഇപ്രകാരം സംഭവിക്കുകയാണെങ്കിൽ നിങ്ങൾ ഈശ്വരന്റെ പേരിൽ വഴിതെറ്റി ചിന്തിക്കുവാൻ തുടങ്ങിയിരിക്കുന്നു എന്നതാണ് അർത്ഥം. സീതയെ നഷ്ടമായതിനു ശേഷം ശ്രീരാമചന്ദ്ര പ്രഭു എത്രയാണ് അധ്വാനിച്ചത്? സീതയെ വീണ്ടെടുക്കുവാൻ വേണ്ടി പരിശ്രമങ്ങളും പ്രയത്നങ്ങളും ചെയ്യുകയുണ്ടായില്ലേ? ഈ ലോകത്തിൽ അനവധി പേർ പരമദിവ്യോത്തമ പുരുഷനായി പരിഗണിക്കുന്ന ശ്രീരാമചന്ദ്ര പ്രഭുവിനു പോലും തൻ്റെ ജീവിതത്തിൽ ദുർഘട സാഹചര്യങ്ങൾ വന്നപ്പോൾ പരിശ്രമിക്കേണ്ടി വന്നിട്ടുണ്ട്. അത്ഭുതങ്ങളൊന്നും തന്നെ പ്രയോഗിച്ചിട്ടില്ല. ഇതൊരു മാതൃകയാണ്. നമ്മുടെ ജീവിതത്തിൽ വരുന്ന ദുരിതങ്ങൾക്കും കഷ്ടതകൾക്കും നാം പരിശ്രമിച്ച് പരിഹാരം കണ്ടെത്തുക. അല്ലാതെ പരിശ്രമമൊന്നും ചെയ്യാതെ ഈശ്വരനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ശക്തികളോ നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചു തരുമെന്ന് കരുതുന്നത് തികച്ചും വിഡ്ഢിത്തമാണ്. താൻ പാതി ദൈവം പാതി എന്നല്ലേ ചൊല്ല്, ശരിയല്ലേ?